കന്നഡ പദ്യം ചൊല്ലലിൽ അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കോട്ടയം മണ്ണാർക്കാട്ടെ നന്ദന. സാങ്കേതികത്തിന്റെ പേരിൽ മുടങ്ങിയ കവിതയും അഭിമാന വിജയം നൽകിയ പദ്യവും കേരള വിഷൻ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ് ഈ മിടുക്കി. കലോത്സവത്തിൽ കന്നഡ പദ്യം ചൊല്ലലിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് കോട്ടയം മണ്ണാർക്കാട് നിന്നുള്ള നന്ദന. ഇത്തവണ ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ എത്താനായതിന്റെ സന്തോഷത്തിലാണ് നന്ദനയുള്ളത്. നന്ദന, മത്സരമൊക്കെ പൂർത്തിയായി, ഇപ്പോൾ ട്രോഫിയൊക്കെ കയ്യിലുണ്ട്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. കുറെ നാളത്തെ കഷ്ടപ്പാടാണ്, അപ്പം അതിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമാണ് ഈ ഒരു ട്രോഫി. ഒരുപാട് സന്തോഷം. മണ്ണാർക്കാടുള്ള ആൾ എങ്ങനെയാണ് ഈ കന്നഡയൊക്കെ കൃത്യമായി പഠിച്ചെടുത്തത്? മലയാളമായിരുന്നു എൻ്റെ ഐറ്റം. ചില സാങ്കേതിക കാരണങ്ങൾ മലയാളത്തിന് പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറെ വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് കന്നഡയ്ക്ക് പോകുന്നതാണ്. സാങ്കേതികതയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു ചെറിയൊരു മലയാളം കവിത ആദ്യം കേട്ടാലോ? ഏതാണ് കവിത? രാവണപുത്രി എന്ന് പറയുന്ന കവിതയിലെ, വയലാറിന്റെ രാവണപുത്രി എന്ന കവിതയിലെ കുറച്ച് വരികൾ പാടാം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം. രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാട്ടെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ഇത് മലയാളം കവിതയാണ്. ഇനി പെർഫോം ചെയ്യാൻ പോകുന്നത് കന്നഡയിൽ നേട്ടം കൈവരിച്ച അതേ പദ്യമാണ്. പടമോ? പടം. ലാസ്റ്റത്തെ കുറച്ച് പോഷൻ പാടാം. വിടതെ പാൽ വീർബുദം കളിയൽ ഓറകെ മക്കളുടനെ ധൂളാട്ട മുതലാത ലീലകളെ പരിവിടിയും ദശവെ കുമാരർಗೆ ಮುನಿಪತಿ ಚೌಲಕರ್ಮಂಗಳಂ ಮಾಡಿಸಿ ತೊಡಗಿಸಿದನ್ ಅಕ್ಷರಾಭ್ಯಾಸಮಂ. ಬೆಳಿಗ ನಡೆನುಡಿಯ ಜಾಣ್ಮೆಯ ಕಲೆಯ ರಾಜಲಕ್ಷಣದ ಚೆಲ್ವಿಡಿತಲೆಲಿತಾಂಕತಿಂ. കുശലവർദ്ധനരാകിരഞ്ചിസിതരൂ. കൂടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയുടെ കലോത്സവ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് അമ്മ ഈ കലോത്സവ നഗരിയൊക്കെ? കലോത്സവം നല്ലായിരുന്നു. നല്ല പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങി. ഇത്രയും ഒത്തിരി ലേറ്റ് ഒന്നും ആയില്ല. കുഴപ്പമില്ല. ഈ ആദ്യമായിട്ടാണല്ലോ സംസ്ഥാന കലോത്സവത്തിന് വരുന്നത്. എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കലോത്സവം നടക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്താണ് തൃശ്ശൂർ പോലെ ഒരു സാംസ്കാരിക സ്ഥലത്ത് വരാൻ അവിടെ തന്നെ ആയാലും വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് കൂടിയാണ് തൃശ്ശൂർ. അവിടെ വന്നതിൽ വളരെ സന്തോഷം. അതുതന്നെയാണ്, തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു കലാമാമാങ്കം അരങ്ങ് തകർക്കുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് ഇവർ. എന്തായാലും മോൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്.